അമ്ലത മണ്ണിനുണ്ടായാൽ പോലും ശരീരത്തെ ബാധിക്കും. ചെടിയെ മാത്രമല്ല ബാധിക്കുക, മനുഷ്യനെയും ബാധിക്കും. എന്തുകൊണ്ട് അമ്ലത ഉണ്ടാവും? കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴയുണ്ട്. ഇവിടെ കുറ്റ്യാടിയിൽ അത് 6000 ഓർമ്മിച്ചോളൂ. ഇലകൾ വീണ് ചീഞ്ഞളിയുമ്പോൾ അതിൽ നിന്ന് നൈട്രജൻ ഓക്സൈഡുകൾ പുറത്തു വരും. തടി ചീഞ്ഞാൽ വരും, ജന്തുക്കൾ ചീഞ്ഞാൽ വരും. ഈ ഓക്സൈഡുകൾ വലിച്ചെടുക്കാവുന്ന സസ്യങ്ങളില്ലെങ്കിൽ, അത് സ്വീകരിക്കാവുന്ന മണ്ണിൽ ലയിക്കാൻ പറ്റുന്ന സസ്യങ്ങളില്ലെങ്കിൽ, സസ്യവൈവിധ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്വാസകോശത്തിലെത്തും, നമ്മുടെ രക്തത്തിലെത്തും, മുടി കൊഴിയും, നേരത്തെ കാലത്തെ നരയ്ക്കും, രോഗികളാവുക തന്നെ. നമ്മൾ ചെയ്യുന്ന മുഴുവൻ മെക്കാനിക്കൽ സൊല്യൂഷനാണ്. എങ്ങനെ? പുറമേ എന്തെങ്കിലും പൂശിയിട്ട് തേച്ചിട്ട് പ്രശ്നം പരിഹരിക്കുകയാണ്. അവിടെയാണ് തെറ്റ്. ഒരു ഷാമ്പൂ തേച്ചിട്ടോ എങ്ങനെയെങ്കിലും രക്തത്തിൻ്റെ അമ്ലതയെ കളയാൻ പറ്റില്ല. രക്തത്തിൻ്റെ അമ്ലത എപ്പോൾ കുറയുന്നോ അപ്പോൾ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഹോമിയോ ചെയ്യുമ്പോൾ കൂടെ ബയോകെമിക്കൽ കൂടി ആവുന്നതിൻ്റെ അർത്ഥം. തിരിച്ചറിവുള്ള ഫിലോസഫി കയ്യിലുള്ള ആ ഫിലോസഫിയെ ആധുനിക ശാസ്ത്രവുമായി ഇണക്കി ചേർക്കാൻ കഴിഞ്ഞവർക്ക് ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. എങ്ങനത്തെ പരിഹാരം? എ ബയോളജിക്കൽ സൊല്യൂഷൻ. അല്ലെങ്കിൽ നാം കാണുന്ന എല്ലാ ഉത്തരവും മെക്കാനിക്കൽ സൊല്യൂഷൻ. ഇത് ഓരോ ചെടിയെപ്പറ്റിയും ഓരോ സാഹചര്യത്തെപ്പറ്റിയും പറയാൻ നമുക്ക് കഴിയും. ഭക്ഷണ സഹായം കുട്ടികളുടെ കൊണ്ടാണ് ചോദിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നോക്ക്. അല്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയാം. എനിക്കറിയുന്നത്, അറിയാത്തത് അറിയില്ല എന്ന് പറയുന്നത് മടിയില്ല എനിക്ക്. കാരണം അത്രയും കാലത്തെ അനുഭവമുണ്ട്. വയസ്സും കുറേയായി, 67 വയസ്സായി. എനിക്ക് ഇതിനകത്തിരുന്ന് ആസ്ട്രോണമി ക്ലാസ് എടുത്തിട്ടുണ്ട്. നക്ഷത്രങ്ങളും ശരീരവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി, ഗ്രഹങ്ങളും ശരീരവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് സൗകര്യമുണ്ട്. ഞങ്ങൾ അപ്പുറത്തെ ഹാളിൽ താമസിക്കും. രാത്രി അങ്ങനെ ടെറസിൻ്റെ മേലെ നിന്ന് അസലായിട്ട് നക്ഷത്രം കാണിച്ചു കൊടുക്കുക. രാത്രി മുഴുവൻ ക്ലാസ് എടുക്കാം. 6 മണിക്കൂർ ആസ്ട്രോഫിസിക്സ് ക്ലാസ് എടുക്കാം. ഇപ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൽ ഞങ്ങളുടെ ചില പുസ്തകങ്ങൾ, ഇതാണ് ഞങ്ങളുടെ മാസിക. ജനിതക മാറ്റം വരുത്തിയ വഴുതന എന്ത് രോഗം വരുത്തുന്നുള്ള ഒരു കമ്പ്യൂട്ടർ സങ്കല്പമാണ്, ചിത്രമാണ് ബാക്കിലുള്ളത്. ഞങ്ങളുടെ മാസിക ഇതാണ്. ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന പേര്. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. പരസ്യമില്ല, കവിതയില്ല, കഥയില്ല. അതുകൊണ്ട് അതൊന്നും വിചാരിച്ചിട്ട് ആരും വാങ്ങണ്ട. അതൊന്നും കിട്ടില്ല. ഒരു പരസ്യം സ്വീകരിക്കില്ല. പരസ്യം സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് മൂന്നാർ പോലത്തെ കേസ് കൊടുക്കാൻ പറ്റില്ല. മൂന്നാർ കേസ് ഫയൽ ചെയ്ത ഞങ്ങളാണ്. 1 Earth 1 Life 3000 വ്യാജ പട്ടയങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. രാഷ്ട്രീയക്കാരും തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥ മാഫിയയും കൂടെ ചേർന്ന് കളിച്ച കള്ളക്കളിയുടെ 3000 വ്യാജ പട്ടയങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ തുറന്നു പറയാൻ എന്നെ ആരും കൊല്ലില്ല. കാരണം സുപ്രീം കോടതിയുടെ എംപവേർഡ് കമ്മിറ്റി അത് പരിശോധിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പറയാം, കോടികൾ ചെലവായിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ട്. നിങ്ങൾ എത്ര പൈസ വന്നാലും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. 1 ഉറുപ്പ്യെങ്കിൽ 1 ഉറുപ്പ്യ. എല്ലാവരും സഹായിക്കണം ഞങ്ങളെ. കാരണം അത്രയും കാശ് ചിലവുണ്ട്. ഈ അഴിമതിയോടെ നിന്നില്ലെങ്കിൽ അടുത്തോളം മഴയില്ല. കാലാവസ്ഥാ വ്യതിയാനം ഉറപ്പാണ്. കാലാവസ്ഥയുടെ ഹോട്ട്സ്പോട്ടുകൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. ഞങ്ങൾക്ക് മറ്റ് ഇടുക്കിയിൽ ആരും കയ്യേറിയാൽ ഞങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. മതികെട്ടാൻ ചോല പോയാൽ ഞങ്ങൾക്ക് മാത്രം നഷ്ടം. 67 വയസ്സായ ഞാൻ ഇനി എത്ര കൊല്ലത്തേക്ക്? വക്കീലുമാർ, ഗവൺമെന്റ് വക്കീൽ തോറ്റു കൊടുക്കുന്നതാണ്. അതിനാണ് ഞങ്ങൾ സുപ്രീം കോടതി എംപവേർഡ് കമ്മിറ്റി, എൻവയോൺമെന്റൽ എംപവേർഡ് കമ്മിറ്റി പോകുന്നത്. വരും, അതൊക്കെ വരും. മൂന്നാറിൽ ഇപ്പോൾ വന്നതൊന്നും പേടിക്കണ്ട. പക്ഷെ കേസായ കേസ് 2005 ഞങ്ങൾ ഫയൽ ചെയ്തത് സുപ്രീം കോടതിയിലുണ്ടത്രേ. ഇപ്പോൾ വന്ന വിധി
മുഴുവനും ഗവൺമെന്റ് വക്കീൽ തോറ്റു കൊടുക്കുന്നതുകൊണ്ട് വന്ന വിധിയാണ്. കരുതിക്കൂട്ടി തോറ്റു കൊടുത്തത്. അതൊക്കെ രാത്രി കളികളാണ്. അതിന്റെ പിന്നിലൊക്കെ അറിയുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോൾ വന്ന വിധി തന്നെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തൊരു കേസിന്റെ ഫലമാണ്. പുതിയ കയ്യേറ്റങ്ങളെ പറ്റി, അന്ന് ഫയൽ ചെയ്യാതെ കയ്യേറ്റങ്ങളെ പറ്റിയിട്ട് കൊടുത്ത കേസിലാണ് ഇപ്പോൾ ഉടനെ ഒഴിപ്പിച്ചോളം എന്നിട്ട് വിധി വന്നിരിക്കുന്നത്. ശരിയായ കേസ് സുപ്രീം കോടതിയിലുണ്ട് അത്രേ. അത് 24-ന് വിചാരണക്ക് വന്നു കഴിഞ്ഞു, എടുത്തു. കേരള ഗവൺമെന്റ് കഴിഞ്ഞ 5 കൊല്ലമായിട്ടും മറുപടി കൊടുത്തിട്ടില്ല അതിന്. അതുകൊണ്ട് 3 മാസത്തിനുള്ളിൽ മറുപടി കൊടുത്തോളം എന്നിട്ട് കേസ് വന്നിട്ടുണ്ട്. അത് ഒക്കെ നടത്തുന്നത് വലിയ പാടുള്ള കാര്യമാണ്. ഭാവി തലമുറയോടുള്ള കടമ കൊണ്ട് മാത്രമാണ് ഈ ഭാരിച്ച ബാധ്യത. ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ 1 ലക്ഷം ഉറുപ്പിക, വക്കീൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ 1 ലക്ഷം ഉറുപ്പിക കൊടുക്കണം. മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് പലരും സഹായിക്കുന്നുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരുപാട് കേസുകളുണ്ട്, 18ഓളം കേസുണ്ട്. ഈ ഡൈക്കോഫോളിനെതിരെ കേസ് ഫയൽ ചെയ്തൊക്കെ ഞങ്ങളാണ്. ഡൈക്കോഫോൾ ഇന്റർപ്ലാസന്റ ട്രാൻസ്മിഷനുള്ള വിഷമാണ്. ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന് വികലാംഗനാവും. അതുകൊണ്ട് ആരും കോടതി പോകണം. ഞങ്ങൾ കോടതിയിൽ പോയി ജസ്റ്റിസ് കെ ഉഷയുടെ മുമ്പിൽ കോടതിയിൽ കേസെത്തിയപ്പോൾ ഞങ്ങൾ ഒറ്റ കാര്യം വാദിച്ചുള്ളൂ. 600 പേജുകളുടെ രേഖകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഡൈക്കോഫോൾ കേരളത്തിൽ അടിക്കുകയാണെങ്കിൽ 18 ലക്ഷം ലിറ്റർ അടിക്കുകയാണെങ്കിൽ ഇന്നുള്ള ബസ്സിലെ സീറ്റ് വികലാംഗന് 1 സീറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വികലാംഗൻ അല്ലാത്തവന് 1 സീറ്റ് എന്ന് വെക്കാം എന്നാണ് പറയുന്നത്. ഇന്റർപ്ലാസന്റ ട്രാൻസ്മിഷൻ അമ്മയായതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട് അവർക്കത് മനസ്സിലായി. അപ്പം തന്നെ സ്റ്റേ ഓർഡർ ഉറപ്പിച്ചു. അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ കാഴ്ച വ്യത്യസ്തമാവുന്നു. കാസർഗോഡിന്റെ മറ്റു പതിപ്പാവുമായിരുന്നു. ഇത് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. എങ്ങനെയാണ് വൈക്കോലിനെ, പുല്ലിനെ ഏറ്റവും കുറഞ്ഞ ചെലവ് ചെയ്തിട്ട് 1-ാം തരം വിളവ്, ഇന്നുള്ള മുന്തിരിങ്ങയുടെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മുന്തിരിങ്ങ ഉണ്ടാക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ലണ്ടൻ മാർക്കറ്റിലെ ഓർഗാനിക് ഫാമിംഗ് ആണ് ചെയ്യുന്നവരുടെ റിസർച്ചിന്റെ ഫലങ്ങൾ അടങ്ങിയതാണിത്. എന്തൊക്കെ സൂത്രപ്പണികൾ ചെയ്യാൻ നമുക്ക്, ടെക്നിക്സ്, തൽക്കാലത്തേക്ക് സ്വീകരിക്കാവുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, മണ്ണ് നന്നാക്കാൻ, ബാലൻസ്ഡ് മണ്ണുണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ടെക്നിക്സ് അടങ്ങുന്ന പുസ്തകമാണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഇത് അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്നുകൊണ്ട് ക്യൂബ എങ്ങനെയാണ് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചത് എന്നതിനെപ്പറ്റി ചെറിയൊരു വിവരണമാണ്. 2 അമേരിക്കൻ പത്രലേഖന്മാർ പോയി കണ്ട, സ്ത്രീകൾ പോയി കണ്ട വിവരണമാണിത്. ക്യൂബയിലേക്കൊരു ക്യൂ, നേതാക്കന്മാർ മുഴുവൻ പോകുന്ന എന്തുകൊണ്ട്? ഒന്നും പാക്ക് ചെയ്യരുത്. ആപ്പിൾ കേരളത്തിലേക്ക് വരുമ്പോഴാണ് അത് കളർ ചെയ്യേണ്ടി വരുന്നത്, ബ്ലീച്ച് ചെയ്യേണ്ടി വരുന്നത്, കളർ ചെയ്യുന്നുകൊണ്ട് വരുന്നത്, അതിനകത്ത് പെസ്റ്റിസൈഡ് അടിക്കേണ്ടി വരുന്നത്, പുറത്ത് വാക്സ് വേണ്ടി വരുന്നത്. അതുകൊണ്ട് ആപ്പിൾ അങ്ങനെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മിച്ചോളൂ. മെഴുക് പുരട്ടിയിരിക്കും, പാരഫിൻ വാക്സ് ഉണ്ടാവും. ഇത് പാക്ക് ചെയ്യാതെ അതാത് നാട്ടിലെ പച്ചക്കറി എങ്ങനെ ഉൽപ്പാദിപ്പിക്കും? കേരളത്തിലേക്ക് വരുന്ന മുഴുവൻ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ഇടുക്കിയിലെ ഒറ്റ പഞ്ചായത്ത് ചേർച്ചാൽ മതി ശീതകാല പച്ചക്കറി തരാൻ. ഒറ്റ പഞ്ചായത്ത്, വട്ടവട പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ മതി. പക്ഷെ അവിടെ മുഴുവൻ യൂക്കാലിസ് നട്ടിരിക്കുകയാണ്. എറണാകുളത്തെ കാശുകാർ ആ ഭൂമി മുഴുവൻ വിലക്ക് വാങ്ങിയിട്ട് യൂക്കാലിസ് നട്ടിരിക്കുന്നു. എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്താ വേണ്ടത്? ക്യൂബയിൽ നിന്നുള്ള പാഠം. ഇതാണ് ക്യൂബയിലേക്കൊരു ക്യൂ. ഇത് ചരിത്രത്തിന്റെ മറുപുറം. നമ്മൾ പഠിച്ചിരിക്കുന്ന ചരിത്രം മുഴുവൻ നുണയാണ്. വെള്ളക്കാരൻ എഴുതി വെച്ച അതേ നുണ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ നന്നാക്കാൻ വേണ്ടിയുള്ള ചരിത്രം. അതല്ലാത്തൊരു ചരിത്രമുണ്ട് നമുക്ക്. ആ ചരിത്രത്തിന്റെ ഇതൊരു ഹൈസ്കൂൾ കുട്ടികളുടെ പുസ്തകമാണ്. വലിയ പുസ്തകമുണ്ട്, ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കാം. ഗ്ലോബൽ പാരസൈറ്റ്സ് വായിക്കുക. ഡോക്ടർ വിനിൻ പെരേര ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. വിനിൻ പെരേര. ആദ്യത്തെ 3 ആളെടുത്താൽ ഹോമി ജെ ബാബ, വിക്രം സാരാഭായ്, 3ാമത്തെ പേരാണ് വിനിൻ പെരേര. അളിപ്പില്ല, 97 മരിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകം ലഘുലേഖയാണ്, ഹൈസ്കൂൾ കുട്ടികളുള്ളത്. പക്ഷേ വായിച്ചാലാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പഠിച്ചൊക്കെ നുണയാണ്. MA ഹിസ്റ്ററിക്കാരെ ഇതിനകത്ത് ഇരുത്തിയിട്ട് മലയാളം ഭാഷയായ ഞാൻ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല ചരിത്രം എന്ന് ഇരുത്തി പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ചരിത്രം എന്നത് നുണയാവുന്നു? ഇന്ത്യ എപ്പോഴും പട്ടിണിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്താണ് ഇവിടുത്തെ CPM-ന്റെ കർഷക സംഘത്തിന്റെ നേതാക്കന്മാരെ ഇരുത്തിയിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട് കരിവള്ളൂർ സമരം എന്തിനാണ്? അവർക്ക് ഉത്തരവില്ല. എന്തിനാ കരിവള്ളൂർ സമരം എന്ന് അവർക്ക് അറിഞ്ഞു. നെല്ല് പിടിച്ചു, വെടിവെച്ചു, കുറെ ആൾ മരിച്ചു, ഇതൊക്കെ പറയും. രക്തസാക്ഷ്യം കണ്ടുകൊണ്ട്, വലിയ രക്തസാക്ഷ്യം കണ്ടുകൊണ്ട്. പക്ഷെ എന്തിനാണെന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞൂടാ. 1984 ജൈവ കൃഷിയെപ്പറ്റി ഇന്ത്യയിൽ ആദ്യത്തെ കോൺഫറൻസ് നടന്നപ്പോൾ
ഡോക്ടർ ശൈലേന്ദ്രനാഥ് ഘോഷ് ചെയ്ത പ്രസംഗമാണിത്. ഇന്ത്യക്ക് രക്ഷ വേണമെങ്കിൽ, ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ, രോഗമില്ലാതിരിക്കണമെങ്കിൽ, ഇന്ത്യക്ക് ആഗോള സാമ്രാജ്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജൈവകൃഷി മാത്രമേ വഴിയുള്ളൂ എന്ന് വാർത്തയിൽ വെച്ച് അദ്ദേഹം ചെയ്ത പ്രസംഗമാണ് മലയാളത്തിൽ വന്നിരിക്കുന്നത്. ജൈവകൃഷിയുടെ അടിസ്ഥാന തത്വങ്ങൾ. എന്തുകൊണ്ട് നമുക്ക് മോചനത്തിന് ഒരു വഴിയുള്ളൂ? എല്ലാവരും കൃഷിക്കാരോ, എല്ലാവരും ജൈവ കൃഷി ചെയ്യണം. ഒരു വെണ്ടയെങ്കിലും നടാത്തവന് ഭക്ഷണം കഴിക്കാൻ അർഹതയില്ല. വെണ്ട ചെടിയിൽ നന്നും അപ്പോൾ വിഷത്തുനിന്ന് മുളയ്ക്കുക. അതാണത്. ഇത് ഞങ്ങളുടെ ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ്. ഉർവരതയുടെ സംഗീതം. ഭൂമി ഉർവിയാവുന്ന എങ്ങനെ, ഊഷരമാവുന്ന എങ്ങനെ, മരുഭൂമി ഉണ്ടാവുന്ന എങ്ങനെ എന്നതിൻ്റെ